ഏറ്റവും ഒടുവിൽ ആത്മീയ ഗുരുവെന്ന് നിങ്ങൾ കൊണ്ടുവന്ന സാക്ഷാൽ ഉമർ ഹഫീദ് തബ്ലീഗുകാരനാണോ? അറബി അറിയുമെങ്കിൽ ഒന്ന് ഉത്തരം പറ മാളിയേക്കൽ സഖാഫി. കുഴിച്ചു മൂടടോ ഈ സമസ്ത. ഉമർ ഹഫീദ് കഴിഞ്ഞ ആഴ്ചയിൽ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത്? ഒന്ന് കാണിച്ചു കൊടുക്ക് ഫോട്ടോ. എന്താ ഉസാർ. ഞങ്ങൾക്ക് സമസ്തക്ക് മാളിയേക്കൽ സമസ്തക്ക് മുജാഹിദിൽ സുഹൃത്തുക്കളില്ല, തബ്ലീഗിൽ സുഹൃത്തുക്കളില്ല. ധാരാള് സാക്ഷാൽ ഉമർ ഹഫീദ്. ഇപ്പുറത്തിരിക്കുന്ന വലിയ താടിയോ തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് ഇല്യാസ്. മുഹമ്മദ് ഇല്യാസിന്റെ അനുസ്മരണ സമ്മേളനത്തിന്റെ നേതൃത്വം നിങ്ങളുടെ ഗുരുവായി കണ്ട ഉമർ ഹഫീദ് എവിടെയെത്തി? മുദാക്കറത്തുൻ ഫീ മനാഖിബിദ് ദാഇയത്തിൽ കബീർ മുഹമ്മദ് ഇല്യാസ്. മുഹമ്മദ് ഇല്യാസിന്റെ അനുസ്മരണ പരിപാടി നിയന്ത്രിക്കുന്നത് ഉമർ ഹഫീദ്. ഉമർ ഹഫീദ് നിങ്ങളെ സുഹൃത്തല്ലേ? ഉമർ ഹഫീദ് നിങ്ങളെ ആത്മീയ ഗുരുവല്ലേ? ഉമർ ഹഫീദ് നിങ്ങളുടെ നായകനല്ലേ? ഉമർ ഹഫീദ് നിങ്ങൾ സുഹബ നടത്തിയ ആളല്ലേ? ആ ആള് തബ്ലീഗ് ജമാഅത്തുകാരനാണോ? ചില്ലറ തബ്ലീഗുകാരനല്ല. അദ്ദേഹം അതാ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അതേ പരിപാടിയിൽ പ്രസംഗിക്കുന്നു. അറബി അറിയുമെങ്കിൽ ഒന്ന് ഉത്തരം പറ മാളിയേക്കൽ സഖാഫി. ഒരുപക്ഷെ 89 കാലത്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അന്ന് ഈ പ്രസംഗം പറയുമ്പോ അപവാദമായി ഒന്നും പറയാനുണ്ടാവുമായിരുന്നില്ല ഒരുപക്ഷെ. ഇന്നങ്ങനെയല്ല. ഓ അബ്ദുള്ളനെ ഈ കോഴിക്കോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിച്ചില്ലേ? പറയണം നിങ്ങൾ. എണ്ണി എണ്ണി പറയാനുണ്ട് ഞങ്ങൾക്ക് ഓരോന്നും. ഏറ്റവും ഒടുവിൽ ആത്മീയ ഗുരുവെന്ന് നിങ്ങൾ കൊണ്ടുവന്ന സാക്ഷാൽ ഉമർ ഹഫീദ് തബ്ലീഗുകാരനാണോ? തബ്ലീഗിൽ നിങ്ങൾക്ക് സുഹൃത്തുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ ആത്മീയ ഗുരു എന്ന് പറയുന്ന ആള് തബ്ലീഗുകാരനാണ്. ദിഫിരിമുത്തുക്കോയത്തങ്ങളത് പുളിക്കലിലുള്ള മുജാഹിദാണ് സുഹൃത്ത് എങ്കിൽ നിങ്ങളുടെ ഗുരു തന്നെ തബ്ലീഗുകാരൻ. കുഴിച്ചു മൂടടോ ഈ സമസ്ത.